പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതവും പുതിയ ദിവസവും നൽകി അനുഗ്രഹിച്ച കാരുണ്യവാനായ കർത്താവെ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവെ, ഭൂമിയുടെ അതിർത്തി വരെ അങ്ങയുടെ മഹത്വം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയുന്നു. കാരുണ്യവാനായ കർത്താവെ, അങ്ങ് ഫിലിപ്പോസിനോട് പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് അറിയണം. ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? ഈശോയെ, അങ്ങേ അറിഞ്ഞ് മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രം അങ്ങേക്ക് നന്ദി പറയും. അങ്ങിലുള്ള അറിവ് അനുഭവത്തിലേക്ക് വരുവാനും ഈ അനുഭവം പങ്കുവയ്ക്കുവാനും പകർന്നു കൊടുക്കുവാനും അങ്ങാണ്ട് ലോകത്തിലേക്ക് വന്ന രക്ഷകനെന്ന് ഏറ്റുപറഞ്ഞ് ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങല്ലാതെ ഞങ്ങൾക്കൊരു നന്മയുമില്ല, അങ്ങല്ലാതെ മറ്റാരും ഞങ്ങൾ ഇല്ല. അങ്ങയുടെ പക്കലേക്കല്ലാതെ മറ്റാരിലേക്കും ഞങ്ങൾക്ക് വിശ്വാസമില്ല. അങ്ങിൽ ഉറപ്പായി വിശ്വസിച്ചുകൊണ്ട് ഈ പ്രഭാതത്തെ സമർപ്പിക്കുന്നു. വിശ്വാസമില്ലാത്ത തലമുറയെ സമർപ്പിക്കുന്നു. വിശ്വാസരഹിതമായി ജീവിക്കുന്നവരെ സമർപ്പിക്കുന്നു. അങ്ങേ തള്ളിപ്പറയുന്നവരെ സമർപ്പിക്കുന്നു. സഭയ്ക്കെതിരെ പോരാടുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവ്, ഈ പ്രഭാതത്തിൽ അങ്ങനെയുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന സർവർക്കും അങ്ങ് മാത്രമാണ് ആശ്രയമെന്ന് മനസ്സിലാക്കി ജീവിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.